Hi everyone, welcome to my channel Vichooz kitchen. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാർത്തിക വിഷസ് എല്ലാവർക്കും അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാ ഫെസ്റ്റിവൽസിനും നമ്മൾ കോമൺ ആയിട്ട് തയ്യാറാക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഉണ്ണിയപ്പമാണ്. ഇത് കുറച്ച് പേർ എന്നോട് ഈ റെസിപ്പി ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 250 ml ഒരു കപ്പിൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം കുറഞ്ഞു പോയാലും നമ്മളുടെ ശർക്കര പാക് കട്ടിയായി പോവും. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കണം. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്, നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കൂടുതൽ നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പാകമായി പോവും. അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഈ ശർക്കരയ്ക്കുള്ളിൽ കുറേ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പാനിയാക്കിയിട്ട് അരിക്കുന്നത്. നമ്മൾ മെറ്റൽസിൻ്റെ അരിപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പ്ലാസ്റ്റിക് ആണെങ്കിൽ ഉരുകി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ ശർക്കര പാനി ഉപയോഗിച്ചാണ് അരി അരച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുത്തരി പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പായസമൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന പച്ചരി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊരു 4-5 പ്രാവശ്യം കഴുകിയ ശേഷം 6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. നമുക്ക് സാധാരണ പച്ചരി ആണെങ്കിലും ഇത് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ കപ്പിന് 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതേ കപ്പിൽ തന്നെയാണ് നമ്മൾ ശർക്കരയും അളന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരി അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കാര്യം നമ്മൾ ശർക്കര പാനി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് അരിയിലുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഭയങ്കരമായിട്ട് ലൂസായി പോവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4-5 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ഫിലിപ്പിനോ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന റോബസ്റ്റ പഴത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന്. ഞാനിവിടെ ഒരെണ്ണമാണ് ചേർക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പഴമാണ്. നമുക്ക് ഏറ്റവും നല്ലത് പാളയംതോടൻ പഴമാണ്. അതിവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പഴം ചേർക്കുന്നത്. ഏത്തപ്പഴം വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഏത് പഴമായാലും നല്ല പഴുത്ത പഴമായിരിക്കണം ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഈ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഈ അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ അരിയും പഴമൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നൈസായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഒരു നമ്മുടെ ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു തരിപ്പുണ്ടല്ലോ, ആ ഒരു തരിപ്പിലായിരിക്കണം ഇത് അരച്ചെടുക്കേണ്ടത്. എന്നെങ്കിലേ നമ്മളുടെ ആ അപ്പത്തിന് നല്ലൊരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ചേർക്കുകയാണ്. ചുക്കുപൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി ഉണക്കി പൊടിച്ചതാണ്. ഇപ്പം നമുക്ക് ജീരകപ്പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ജീരകം ഈ അരി അരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുത്ത് അരയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് കട്ട നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഈ ജീരകവും ചുക്കുപൊടിയും ഒക്കെ ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ എള്ളും തേങ്ങാക്കൊത്തൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി ഈ മാവ് ഞാനൊരു 6 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്കിത് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കുന്നതിനായിട്ട് അപ്പക്കാര അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ആ കുഴി ഫുള്ളായിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന സമയത്ത് എണ്ണ ഓവർഫ്ലോ ആകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബാറ്റർ കണ്ടില്ലേ, 6 മണിക്കൂറിന് ശേഷം കുറച്ചൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും.
ഇനി നമുക്ക് കുറേശ്ശെ ഈ അപ്പക്കാരയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമ്മൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിനായിട്ട്. ഇനി ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാടങ്ങ് ആ കുഴി മുങ്ങി പുറത്തേക്ക് വരത്തക്ക രീതിയിൽ ഒഴിക്കാൻ പാടില്ല. കുഴിയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഉണ്ണിയപ്പം വെന്ത് വരുന്ന സമയത്ത് അത് കുറച്ചൊന്ന് വലുതാവും. അപ്പോൾ പിന്നെ അതിന് വെന്ത് കിട്ടാനായിട്ട് കൂടുതൽ സ്പേസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് തിരിച്ചിടാൻ പാടില്ല. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്ക്യൂവറോ അല്ലെന്നുണ്ടെങ്കിൽ പപ്പടം കുത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ നമ്മൾ അടിയിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് തിരിച്ചിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കളറൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് വെന്തോ എന്ന് അറിയാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്യൂവർ ഒന്ന് കുത്തി നോക്കിയാൽ മതി. സ്ക്യൂവറിൽ മാവുണ്ടെങ്കിൽ ഉണ്ണിയപ്പം വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉണ്ണിയപ്പം ആദ്യം എടുത്തതിന് ശേഷം അവസാനം ഉള്ളത് ലാസ്റ്റിലെടുത്താലും മതിയാവും. ഒരുമിച്ച് വേണമെങ്കിൽ നമുക്കിത് കുത്തിയെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് മാവെല്ലാം അപ്പക്കാരയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം തിരിച്ച് മറിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് അരിക്ക് നമുക്കൊരു 20 to 22 ഉണ്ണിയപ്പം വരെ കിട്ടുന്നതാണ്. കണ്ടില്ലേ, നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ക്രിസ്മസ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.